ഞാൻ സ്ത്രീയിലെ ഇന്നത്തെ സെഗ്മെൻറ്റ് വാദം പ്രതിവാദം. ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ജെനിയാണ്. ജെനി, വെൽക്കം. ജെനിയുടെ ടോപ്പിക്ക് എമേർജിങ് കേരള, ഇമ്പാക്റ്റ് ഓഫ് എമേർജിങ് കേരള. നമുക്ക് എല്ലാവർക്കും അറിയാം, UDF ഗവൺമെൻറ്റിൻ്റെ വികസന സംരംഭമായിട്ട് അല്ലെങ്കിൽ സ്വപ്നമായിട്ട് കൊണ്ടുവന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു എമേർജിങ് കേരള കുറച്ചു കാലം മുമ്പ് നടന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്കായി നമ്മുടെ അടുത്ത് രണ്ട് വളരെ വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. ആദ്യമായി ദിനേശൻ മണിയിൽ UV, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡ് കോൺഗ്രസ് പ്രതിനിധിയാണ് അദ്ദേഹം, വേഴ്സസ് ശ്രീ CN ചന്ദ്രൻ, CPI സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി. വെൽക്കം സർ. രണ്ടുപേർക്കും ഞാൻ ശ്രീന്ന് എല്ലാവർക്കും സ്വാഗതം. ജെനി, ദ സ്റ്റേജ് ഇസ് നൗ യോഴ്സ്. ആദ്യമായി സാറിനോട് എന്താണ് എമർജിങ് കേരള, അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ നയങ്ങൾ, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? എമർജിങ് കേരളയിലൂടെ ഗവൺമെൻറ് ശ്രദ്ധിച്ച പ്രധാന കാര്യം ലോകരാജ്യങ്ങളെ കേരളത്തിൻ്റെ വികസന സാധ്യതകൾ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു ആലോചന ഗവൺമെൻറ് മുമ്പിലേക്ക് വരാനുണ്ടായ 2-3 ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, നേരത്തെ നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം കേരളം സന്ദർശിക്കുകയും കേരള നിയമസഭയിലെ സാമാജികരോട് സംസാരിക്കുകയും ചെയ്തു. അതിനകത്ത് അദ്ദേഹം കേരളത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ച്, വികസന രംഗത്ത് കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങൾ, അതിനെ മറികടക്കാനുള്ളതായ സാധ്യതകൾ കേരളത്തിൽ എന്തെല്ലാമുണ്ട്, ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചിത്രം അദ്ദേഹം കേരള നിയമസഭാ സാമാജികർക്ക് മുമ്പാകെ വരഞ്ഞു കാട്ടുകയുണ്ടായി. ഇത് പറയുമ്പോൾ കേരളത്തിലെ നിയമസഭാ സാമാജികർക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല. എന്നിരുന്നാൽ കൂടി ഈ സാധ്യതകളെ മുതലെടുക്കാൻ അല്ലെങ്കിൽ മുതലാക്കി കേരളത്തെ ഒരുപാട് മുൻപോട്ട് നയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. എന്നാൽ പിന്നീട് അതിനനുബന്ധമായ ചില പ്രോജക്റ്റുകളോ പദ്ധതികളോ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന്, പിന്നീട് UDFൻ്റെ ഗവൺമെൻറ്റിന് ശേഷം പിന്നീട് LDF വന്നു, ആ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് അതിനാവശ്യമായ ഒരു നീക്കങ്ങൾ ഉണ്ടായില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. തുടർന്ന് പിന്നീട് ഇപ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് കേരളത്തിൽ പുതിയ UDFൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നോക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിക്കൊണ്ട് സാം പിത്രോഡയെ അതിൻ്റെ അത്തരം കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, അത്തരം കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് പിത്രോഡയെ ചുമതലപ്പെടുത്തുകയും പിത്രോഡയും ഒരു 10 പരിപാടി സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് മുമ്പാകെ. അപ്പം അതിൻ്റെയും ആകത്തുക വെച്ച് പരിശോധിക്കുമ്പോൾ നേരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് സാം പിത്രോഡയും അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് സമർപ്പിച്ചത്. അപ്പോൾ ഇതിലൊക്കെ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ എന്തെല്ലാമുണ്ട്, ലോകരാജ്യങ്ങളിൽ ജൈവ സാങ്കേതിക വൈദഗ്ധ്യം ഒന്നുകൊണ്ട് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, അത് യൂറോപ്പാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഒക്കെ തന്നെ അവരുടേതായ സാമ്പത്തിക നേട്ടങ്ങളിൽ വളരെ പ്രധാനമായ ഘടകങ്ങൾ എന്തെല്ലാം, അതിനേക്കാൾ എത്രയോ ഉപരി സൗകര്യങ്ങളുള്ള കേരളത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ലോകത്തിലെ വ്യാവസായിക സമൂഹത്തിന് മുമ്പാകെ ഇത്രയും സൗകര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ അന്ന് ചില മീഡിയാസിലൊക്കെ അല്ലെങ്കിൽ ചില ഭാഗത്തു നിന്നൊക്കെ തന്നെ കേരളത്തെ വിൽക്കാൻ പോവുകയാണ്, ഇത് കേരളത്തിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ പ്രവർത്തനമാണ് തുടങ്ങിയ വിമർശനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് കേരളത്തിലെ വികസന സാധ്യതകളെ പുറത്തുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ ഒരു സംഗതിയാണ് എമർജിങ് കേരള എന്നാണ്. എന്താണ് കേരളത്തിലെ വികസന സാധ്യതകൾ, എന്താണ് കേരളത്തിലെ വികസനം താങ്കളുടെ അഭിപ്രായത്തിൽ? വികസന സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഭരണയന്ത്രം കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർക്കേ ഒരു നാടിൻ്റെ വികസനം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുള്ളൂ. നമുക്ക് നോക്കാം, ഇതുപോലെ തന്നെ 2001 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2002 ജിം എന്ന് പറയുന്നൊരു പരിപാടി പ്രഖ്യാപിച്ചു. 2003 ബജറ്റിൽ 5 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. വലിയ പ്രചരണ മാമാങ്കമായിരുന്നു. അന്ന് പറഞ്ഞത് ജിമ്മിന് ശേഷം 95 വൻകിട പദ്ധതികൾക്കാണ് സാധ്യത തുറക്കപ്പെടുന്നത്. ജിം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി തന്നെ 10,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപം കേരളത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് കേരളത്തിലാകെ ആ ജിമ്മിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് 500,000 കോടി രൂപയുടെ പദ്ധതികളാണ്.
എന്ത് നടന്നു കേരളത്തിൽ? ഈ 1,00,000 കോടി രൂപയുടെ പദ്ധതി കോടിക്കണക്കിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയ 2003 ജിമ്മ് നടത്തിയതിന് ശേഷം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊരു പരിശോധന കൂടി നമുക്ക് ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേ, ജിമ്മിൻ്റെ തുടർച്ചയാണ് ഇത്. ഈ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ സാധ്യതകൾ തുറക്കാനല്ല കേരളത്തിൻ്റെ മണ്ണ്, കേരളത്തിൻ്റെ ആകാശം, കേരളത്തിൻ്റെ വനം, കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്ത്, കേരളത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയാകെ തകിടം മറിക്കുന്ന മാഫിയകളുടെ കയ്യിൽ കളിക്കുന്ന അപകടകരമായ പോക്ക് ഞാൻ പറയുന്നതല്ല. UDFൻ്റെ നേതാക്കളാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, കോൺഗ്രസിൻ്റെ MLA-മാർ പറഞ്ഞു, അതിരൂക്ഷമായ വിമർശനമുണ്ടായി. പക്ഷേ വികസനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് മൂലധനം വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ള സംഗതിയിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ട്? യെസ്, തീർച്ചയായും. വിദേശ മൂലധനത്തിന് ഞങ്ങൾ എതിരല്ല. അതേത് മേഖലയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഒരു നാട്, കേരളം പോലുള്ള വളരെ സങ്കീർണമായ സാഹചര്യമുള്ളൊരു സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമ്പോൾ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം? കേരളത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകിടം മറിക്കാൻ പാടില്ല. കേരളത്തിൽ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടാൻ പാടില്ല. കേരളത്തെ വല്ലാതെ ചൂഷണം ചെയ്യുന്നൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഈ ധാരണയോടുകൂടി വേണം നമ്മൾ വികസനത്തെ കാണാൻ. കേരളത്തിൻ്റെ സാധ്യത എന്താ? ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന എമർജിങ് കേരളയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും വലിയ പദ്ധതി 1800 കോടി രൂപ ചെലവഴിച്ച് പാണക്കാട് നടപ്പാക്കാൻ പോകുന്ന മെഡിസിറ്റിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും നോക്കിയാലേ മനസ്സിലാക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ആ മെഡിസിറ്റി പ്രോഗ്രാമിനകത്തുള്ളത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ്. ആരെയാണ് സഹായിക്കുന്നത്? എന്തായി അതിൻ്റെ സംവിധാനം? ഇതിനോട് എന്താണ് പറയാനുള്ളത്? ജിമ്മിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിയ എമർജിങ് കേരള എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജിമ്മിൻ്റെ തുടർച്ച തന്നെയാണ്. ജിം നടത്തുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ലോകരാജ്യങ്ങൾക്ക് മുമ്പാകെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പാകെ കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു നാടല്ല എന്ന പിക്ചറാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മൂലധനം ഇറക്കാൻ ആരും തയ്യാറാകില്ല. എന്നാൽ ജിം നടത്തിയപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും കേരളത്തിൻ്റെ സാധ്യതകളും അതേപോലെ കേരളത്തിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റാത്ത ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് അത്തരത്തിലുള്ളതായ ഇൻവെസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയും ജിമ്മിലൂടെ. അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി ഏതാണ്ട് ഒരു 20,000-ഓളം പേർക്ക് നേരിട്ടും ഏതാണ്ട് അത്ര തന്നെ പേർക്ക് പരോക്ഷമായിക്കൊണ്ടും തൊഴിലുണ്ടാകുന്ന ഒരു വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടാണ്, തൊഴിൽദായക പദ്ധതിയായിട്ടാണ് നമ്മൾ ആ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ച് വളരെ വളരെ ചെറിയ തരത്തിലുള്ളതായ മുടന്തി ന്യായങ്ങൾ പറഞ്ഞ് 5 വർഷക്കാലം LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 5 വർഷക്കാലം അത് നടപ്പിലായില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ തുറച്ചു നോക്കുന്നുണ്ട്. അത് കേരളം കാണുകയത്. അപ്പോൾ ജിമ്മിലൂടെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയാൻ സാധ്യമല്ല. ജിം നടത്തി അതിന് അനുബന്ധമായിക്കൊണ്ട് സ്മാർട്ട് സിറ്റി പോലുള്ളതായ പദ്ധതികൾ നടപ്പിൽ വരുത്തുമ്പോൾ അതിനെതിരെ ഭയങ്കരമായ പ്രത്യക്ഷമായ സമരപരിപാടികളും കാര്യങ്ങളുമായിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിൽ അനുവദിക്കില്ല എന്നതിലുള്ള സമരപരിപാടികളൊക്കെ ഉണ്ടായിട്ട് കൂടി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോയി. പിന്നീട് വന്ന ഗവൺമെൻറ് 5 വർഷക്കാലം ഒന്നും ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം തുടങ്ങിയതായ കാര്യങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, ബിൽഡിംഗ് പണി കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു വർഷക്കാലത്തിനകം പൂർത്തിയാകും എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യം വന്നിരിക്കുക. ഇതിനെതിരെ പ്രധാനമായി ഉയർത്തിയ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഒന്ന് തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളിലോ സ്മാർട്ട് സിറ്റികളിലോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 2, റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഒരു കൈ കടത്തൽ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. 3, ഈ വികസനം ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അതെൻ്റെ ഒരു സംശയമാണ്. ആരെയാണ് വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എമർജിങ് കേരളയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് എമർജിങ് കേരള എന്ന് മനസ്സിലാകായ്മയുണ്ടോ എനിക്കൊരു സംശയം വരുന്നു. എമർജിങ് കേരളയിലൂടെ എന്തെങ്കിലും വിൽക്കാനുള്ള കരാറുണ്ടാക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിക്കാനോ വേണ്ടിക്കൊണ്ടല്ല എമർജിങ് കേരള നടപ്പിലാക്കുന്നത്. എമർജിങ് കേരളയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ ഇന്നതുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതിൽ വളരെ പ്രധാനമായി ഇപ്പോൾ നമുക്കിവിടെ പ്രധാനമായ വിഷയം മാലിന്യം ഒരു വലിയ വിഷയമാണ്. നമ്മുടെ നാട്ടിൽ
മാലിന്യം വെച്ച് എന്തു ചെയ്യും മാലിന്യം എന്നോർത്ത് ഭരണാധികാരികൾ പ്രയാസപ്പെടുകയാണ്. ജനങ്ങൾ ഓരോരിടത്തും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇവിടെ അത് വേണ്ട എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിലാണ്. എന്നാൽ ലോകരാജ്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒഴിച്ച് മിക്ക രാജ്യങ്ങളും ഈ മാലിന്യങ്ങളെ വേണ്ട വിധം സംസ്കരിച്ച് അത് അവരുടെ സമ്പത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ളതായ നമ്മുടെ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ സംരംഭങ്ങൾ ഇവിടേക്ക് വന്നാൽ തന്നെയേ കേരളത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുകയുള്ളൂ. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ട് കേരളത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കേരളത്തിന് ആവശ്യമായ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളോ പുതുതായിക്കൊണ്ട് ഇനി തുടങ്ങുക സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള അതിനൊട്ടേറെ സാധ്യതകളുണ്ട് കേരളത്തിൽ. അതാണ് UDF മനസ്സിലാവാത്തത്. കേരളത്തിൽ നമുക്ക് അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ ശക്തിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പകുതിയിലധികം വരുന്ന സ്ത്രീകളുടെ അധ്വാന ശക്തി ഫലപ്രദമായി വിനിയോഗിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. അതിനെന്ത് വഴി? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. ഞാനൊരു രാഷ്ട്രീയ സംവാദത്തിലേക്കല്ല പോകുന്നത്, ഞാനതിൻ്റെ താല്പര്യം കാണിക്കുന്നില്ല. നേരത്തെ നോക്കുക, LDF ഗവൺമെൻറ് വന്നപ്പോൾ ഈ പാനലിലിരിക്കുന്ന ശ്രീ ബിനോയ് വിശ്വം മന്ത്രി ഉൾപ്പെടെയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. കേരളത്തിൽ 40 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ ഒരു വലിയ കൂട്ടായ്മയിൽ പങ്കാളികളാക്കി. കേരളത്തിൽ എത്ര കോടാനുകോടി രൂപ ഉണ്ടാക്കിയെന്നറിയോ കുടുംബശ്രീ? ഞാനത് വിശദീകരിക്കുകയല്ല. ഇനി എന്താണ് സാധ്യത? അടുക്കളയിൽ ഒതുക്കപ്പെട്ടിരുന്ന തൊഴിൽ ശക്തി സമൂഹത്തിൻ്റെ വികാസത്തിന്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളൊരു പ്രശ്നം കേരളത്തിലുണ്ട്. നമ്മുടെ അധ്വാന ശക്തി പൊതുവിൽ കേരളത്തിലെ ആളുകളൊക്കെ സമർത്ഥരാണെന്നാണല്ലോ പറയുന്നത്. വലിയ ഡിമാൻഡാണ് ലോകകമ്പോളത്തിൽ. എങ്ങനെയാണ് നമുക്കത് മാർക്കറ്റ് ചെയ്യേണ്ടത്? ഏത് മേഖലയിലാണ് അതിന് സാധ്യത? അത് ഗവൺമെൻറ്റിന് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക? ഫിനിഷിംഗ് കോളേജുകൾ, ഫിനിഷിംഗ് സ്കൂളുകൾ, അതുപോലെ തന്നെ ലോക സാധ്യത എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി അവരെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? ഒരു ഉദാഹരണം നോക്കുക. IT എന്ന് പറയുന്ന IT, BT ഈ 2 മേഖലയിലും നമുക്ക് വലിയ സാധ്യതയുണ്ടല്ലോ. ടെക്നോ പാർക്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തിനുള്ളിൽ 100 പുതിയ കമ്പനി വന്നു. ഇൻഫോ പാർക്കിൽ 52 പുതിയ കമ്പനി വന്നു. ഈ 2 കമ്പനികളും വന്നപ്പോൾ നമുക്കുണ്ടായ വരുമാനം, വിദേശ നാണയം 300 കോടിയാണ് കേരളത്തിന്. നമുക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അത് ജില്ലകളിലേക്ക്, താഴോട്ട് പഞ്ചായത്തുകളിലേക്കൊക്കെ പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ എന്താണ് സ്മാർട്ട് സിറ്റി കച്ചവടം വേറെയാണ്. ഞാനതിൻ്റെ തർക്കങ്ങളിലേക്കൊന്നുമില്ല. അത് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി യാതൊരു ധാരണയുമില്ലാതെ ഈ പറയുന്ന ദുബായ് കമ്പനിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ പറയട്ടെ, എന്തിനാണ് നമ്മളതിനെ അങ്ങനെ കണ്ടില്ലെന്നടിക്കുന്നത്? എതിർത്തത് കോൺഗ്രസിനകത്തുള്ള ആളുകൾ പോലുമല്ലേ ആ കരാർ തെറ്റാണ് എന്ന് പറഞ്ഞത്. അത് തിരുത്താൻ LDF ആണ് മുൻകൈ എടുത്തത്. LDF ഗവൺമെൻറ്റാണ് മുൻകൈ. അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ലോകത്തുള്ള സാധ്യതകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇടപെടട്ടെ, 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, കുടുംബശ്രീ പോലെയുള്ള ഒരു സംരംഭത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ തൊഴിലിനെ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിൽ, അവരുടെ ആ ഒരു തൊഴിൽ കഴിവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിൽ അതിനെ ഡിസൈൻ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളിലും അല്ലാത്ത ബാങ്കുകളിലുമായി കോടിക്കണക്കിന് രൂപ പൈസയായി, മൂലധനമായി കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മൂലധനത്തിൻ്റെ കേരളത്തിന് തന്നെ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നയം എന്തുകൊണ്ടാണ് 2 ഗവൺമെൻറ്റുകളും ഇതുവരെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരിക്കുന്നത്? ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിനാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സംവിധാനം എന്താ? ചെറുകിട മാത്രമല്ല, വൻകിട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്താ? അതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് കാർഷിക മേഖലയിൽ മുഖം തിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഞാനെല്ലാമായി എന്ന് പറയുന്നില്ല, പരിമിതി ഉണ്ടായിരുന്നു, ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു. എന്തിനാണ് സ്ത്രീകളെ ഇങ്ങനെ ജോലി ചെയ്യിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു നമ്മുടെ സമൂഹത്തിൽ. എന്നാലും ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായി ഈ അധ്വാനശക്തി വിനിയോഗിക്കണം, നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു? മക്കളെ സ്കൂളിലേക്കാൻ കഴിയാത്തവർ, പുരകെട്ടി മേയാൻ നിർവാഹമില്ലാത്തവർ,
അവരുടെ സമ്പത്ത്, കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിച്ചില്ലേ? കാർഷിക മേഖലയിൽ ഉണർവുണ്ടായില്ലേ? അത് തുടർന്ന് വിനിയോഗിക്കാൻ എന്താ വഴി? ഇപ്പോഴാണെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുക. സ്ത്രീകളുടെ അമിതാധ്വാനമാണോ ശരിക്കും കുടുംബത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കേണ്ടത്? സ്ത്രീകളുടെ ഡബിൾ വർക്ക്, അതായത് ദ്വയാധ്വാനം, ഒരിടത്ത് അല്ലാതെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുടെ, കേരളത്തിലെ സ്ത്രീകളുടെ വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും ഏറ്റവും താഴെയുള്ളതാണ് കേരളത്തിലെ സ്ത്രീകളുടെ വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് പാർട്ടിസിപ്പേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കുടുംബശ്രീ പോലെയുള്ള ഒരു 2006 ശേഷം അത് മാറിയിട്ടുണ്ട് കണക്ക്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അമിതാധ്വാനമില്ല, മാടുകളെപ്പോലെ അടുക്കളയിൽ ജോലി ചെയ്യുക, അതിനുശേഷം ഈ സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് നിലപാട്. ക്രിയാത്മകമായി അവർക്ക് പറ്റാവുന്ന അവരുടെ സാധ്യതക്കനുസരിച്ച് അധ്വാനം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകുക, അതിലൂടെയുള്ള വരുമാനം, അത് കുടുംബത്തിന്, അത് സമൂഹത്തിന്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് എമർജിങ് കേരള എന്നുള്ള, എങ്ങനെ ഇതിനെ രണ്ടും ലിങ്ക് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് എന്താണ്? അതായത് എമർജിങ് കേരളയിൽ സ്ത്രീകളുടെ ഒരു പങ്ക് അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരു പങ്ക് എന്ന ഒരു വിഭജനം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നില്ല. മറ്റൊന്ന് നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളുടെ പങ്ക്, അമിതാധ്വാനം എന്ന വിഷയം, അങ്ങനെ ഒരു ഏർപ്പാടില്ല. ദ്വയാധ്വാനം, അമിതാധ്വാനം എന്ന ഏർപ്പാടില്ല. ഇപ്പം തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിൽ എന്താ, ലൈഫ് പാർട്ട്നേഴ്സാണ്. 50% 50%, അല്ലാതെ 51% ആർക്കും ഇല്ല. അപ്പോൾ ഈ 50%-നകത്ത് പുരുഷൻ ഇന്ന് പുരുഷൻ എന്താക്കണം, സ്ത്രീയോടൊപ്പം പുരുഷനും അടുക്കള ജോലിയിൽ സഹായിക്കേണ്ടി വരും. സ്ത്രീ അലക്കുന്നുണ്ടെങ്കിൽ അലക്കിയ സാധനം വെയിലത്ത് ഇടേണ്ടി വരും പുരുഷൻ. അങ്ങനെ എല്ലാ കാര്യത്തിലും, അപ്പോൾ ജോലി എടുക്കുന്ന കാര്യത്തിലും പുരുഷനെ പോലെ സ്ത്രീകളും ജോലി എടുക്കാൻ പോകുന്നു. അപ്പോൾ അത് സ്വകാര്യ മേഖലയിലാണെങ്കിലും അതല്ല പൊതുമേഖലാ സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിലാണെങ്കിലും ലൈഫ് പാർട്ട്നേഴ്സ് എന്ന നിലക്കാണ് പോലെ സ്ത്രീയും പുരുഷനും സമത്വം തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെ അനുബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കുടുംബശ്രീ എടുക്കാൻ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് മൈക്രോ ഫിനാൻസ് തുടങ്ങാൻ വേണ്ടി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമാണ് മൈക്രോ ഫിനാൻസ് തുടങ്ങണം. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് പദ്ധതികൾ, IAY, വീടില്ലാത്തവന് വീട് വെക്കാൻ IAY തുടങ്ങിയ പോലെ മൈക്രോ ഫിനാൻസ് തുടങ്ങണം എന്ന ഒരു ഗൈഡ് ലൈൻ വന്നപ്പോൾ അത് കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുടുംബശ്രീ എന്ന നിലയ്ക്ക്, സ്ത്രീകളുടെ കുടുംബശ്രീ എന്ന നിലയിൽ സ്ത്രീകൾക്ക് വേണ്ടിക്കൊണ്ടും കുടുംബ പുരുഷൻ എന്ന നിലയിൽ പുരുഷന്മാർക്ക് വേണ്ടിക്കൊണ്ട് വേറെ മറ്റൊരു സംരംഭമായിക്കൊണ്ടും രണ്ടായിക്കൊണ്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് രണ്ടായിക്കൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കേണ്ടത്. അതിൽ കുടുംബശ്രീയെ വളരെ മുമ്പോട്ട് പോയി. അതിൽ കുടുംബ പുരുഷന് വ്യത്യസ്തമായിക്കൊണ്ട് കുടുംബശ്രീ വളരെ മുമ്പോട്ട് പോകാൻ കാരണം വെച്ചാൽ പുരുഷനേക്കാൾ കൂടുതൽ സമയം സ്ത്രീയുടെ കേരളത്തിൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, കേരളത്തിലെല്ലാ ഭൂരിഭാഗം സ്ത്രീകളും പുറമെ ജോലിക്ക് പോകുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ സമയമുണ്ട് എന്നതുകൊണ്ട് അവർ കൂടുതൽ അതിൻ്റെ സജീവമാകാനും കേരളത്തിലെ മാറി വന്ന ഗവൺമെൻറ്റുകൾ, ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് എന്ന് ഞാൻ പറയില്ല, ഗവൺമെൻറ്റുകൾ തന്നെയാണ്. 5 വർഷക്കാലം ഭരിച്ചത് LDFൻ്റെ ഗവൺമെൻറ്റാണ് സമ്മതിക്കുന്ന ആൾ തന്നെയാണ് എനിക്കത് 5 വർഷക്കാലം LDFൻ്റെ ഗവൺമെൻറ് അല്ലായിരുന്നു ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോൾ കേരളത്തിൽ UDFൻ്റെ ഗവൺമെൻറ്റാണ് എന്ന വസ്തുതയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ കേരളത്തിൽ മാറി വന്ന ഗവൺമെൻറ്റുകൾ കുടുംബശ്രീയെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലും അതിനെ അവഗണിക്കാനോ അതിനെ മാറ്റി നിർത്താനോ ഒന്നും കേരളത്തിൽ ആരും തയ്യാറായില്ല. അതിനെ പറ്റാവുന്ന അത്രയും പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് കേരളത്തിലെ മാറി വന്ന ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ടുള്ളത്. ഓക്കെ ജെനി, ഈ ഒരു ഇതിൽ എമേർജ് ചെയ്ത് വന്ന വാദവും പ്രതിവാദവും നമ്മൾ കേട്ടു. ദിസ് പോയിന്റ് ഞാൻ ഗസ്റ്റിലേക്ക് തിരിച്ചു വരാം. എന്നാലും ഇപ്പോൾ ജെനിക്ക് തോന്നുന്നൊരു നയം, ഇതിൻ്റെ നിലപാട്, എമേർജിങ് കേരളയുടെ ഇമ്പാക്റ്റ്, അതാണ് ഇനിയത്തെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇവിടെ എമേർജ് ചെയ്ത ഒരു ഡിസ്കഷനിൽ നിന്ന് ഒരു അടിസ്ഥാന നയത്തിൽ രണ്ടുപേരുടെയും അഭിപ്രായത്തിൽ വ്യത്യാസമില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ, വിദേശ നിക്ഷേപത്തിൽ രണ്ടുപേർക്കുള്ള അഭിപ്രായം ഒന്നാണ്. മൈക്രോ ഫിനാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കറിയാം, ബംഗ്ലാദേശിലാണ് ആദ്യം മൈക്രോ ഫിനാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ്, എൻ്റെ അഭിപ്രായത്തിൽ വിദേശ നിക്ഷേപം എതിൽ വേണമെന്നുള്ളതിൽ തർക്കമുണ്ട്. അതെ, വേണം. വിദേശ നിക്ഷേപത്തിന് എതിരല്ല, പക്ഷെ ഏത് മേഖലയിൽ വേണം അതിൽ തർക്കമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, വിദേശ നിക്ഷേപം, ഒരു വിദേശ മൂലധന നിക്ഷേപം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായാലോ കേരളത്തിലായോ വരുന്നതിന് മുമ്പ്
ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണെന്ന് തന്നെ വിചാരിച്ചാൽ തന്നെയും ഏത് തരം ക്യാപിറ്റലിനെയാണ്, ഏത് തരം മൂലധനത്തിനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്? ഇത്തരം മൂലധനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടാണ് നമ്മളീ പറയുന്ന എല്ലാ ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും മൂലധനം എന്ന് പറയുന്നത് ഒരിക്കലും വിദേശ രാജ്യത്തു നിന്നുള്ള മൂലധന നിക്ഷേപ പ്രകാരം ഉണ്ടായിരുന്നതല്ല, മറിച്ച് ആ മൂലധനം അവർ തന്നെ സ്വരൂപിച്ചുണ്ടാക്കിയ മൂലധനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവിടെ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത്. വാലൻസ്റ്റീൻ്റെ ഒരു തിയറി ഉണ്ട്, നമ്മളെങ്ങനെ ഒരു കോർ പെരിഫറി അപ്രോച്ച്, എപ്പോഴും നമ്മൾ കോർ രാജ്യങ്ങളുടെ ഒരു അപ്രോച്ചാണ് നമ്മളെപ്പോലെയുള്ള പെരിഫറി തേർഡ് വേൾഡ് കൺട്രീസ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു വികസനം നമുക്കുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമില്ലാത്ത സ്ഥിതിക്ക് അതിനകത്തുള്ള ചെറിയ കാര്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയുള്ള ഒരു ബാർഗെയിനിങ്ങോ നെഗോഷിയേഷനിലോ അപ്പുറത്തേക്ക് കേരളത്തിലെ വികസനം എന്താണെന്നും വികസന നയം എന്താണെന്നും അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യത്തിൽ എന്താണ് എമർജിങ് കേരള എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. വെൽ ഡൺ ജെനി. സർ, ഈ ഒരു കോൺവെർസേഷനിൽ എനിക്ക് രണ്ടുപേരോടും ചോദിക്കാനുള്ളത് താങ്കളുടെ ഒരു മെസ്സേജ് ഈ ഒരു എമർജിങ് കേരളയെക്കുറിച്ച് ഈ പറഞ്ഞത് ഒരു ചുരുക്കവാക്യത്തിൽ. കേരളത്തിന് ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ, നദികൾ, കായലുകൾ, ഇതെല്ലാം നമ്മൾക്കുള്ള നമ്മുടെ പ്രകൃതി സമ്പത്തുകളാണ്. ഈ സമ്പത്തുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്താൻ സ്വാഭാവികമായിക്കൊണ്ടും നമ്മുടേതായ സാമ്പത്തിക പരിമിതി ഉണ്ടെങ്കിൽ, കേരളത്തിന് അതിനാവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പണത്തിൻ്റെ കമ്മി ഉള്ള സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ സ്വദേശത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരെ കൂടെ സഹകരണത്തോട് കൂടിക്കൊണ്ട് അതിന് ചില കണ്ടീഷൻസ്, എന്നാൽ അത് ഒരു കാരണവശാലും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക വിഷയങ്ങൾക്ക് ഒരു കാരണവശാലും ആഘാതമേൽക്കില്ല എന്ന കണ്ടീഷനോട് കൂടിക്കൊണ്ട് നമുക്ക് ഇത്തരം പദ്ധതികൾ വളരെ വിജയപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. എമർജിങ് കേരളത്തിൻ്റെ വികസനത്തിന് ഒരു കുതിപ്പ് തന്നെ അതിലൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകരാജ്യങ്ങളും ഇവിടെ അതേപോലെ തന്നെ മുതൽ മുടക്കാൻ തയ്യാറായുള്ള സംരംഭകരുമൊക്കെ തന്നെ കേരളത്തേക്ക് ഗവൺമെൻറ്റുകൾ ഏത് എന്ന് നോക്കാതെ കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിൻ്റെ വ്യാവസായിക തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ അതിലൂടെ കഴിയട്ടെ എന്നാണ് ഇതിലൂടെ എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്നൊക്കെ കൂടെ സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു സർ. ചന്ദ്രൻ സർ, ഞാൻ സ്ത്രീ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായാണ് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ, തൊഴിലുള്ള ആളുകൾ തൊഴിലില്ലാതാവുകയാണ്. അവർ കേന്ദ്രീകരിക്കട്ടെ. അതിൽ എന്താണ് പരിഹാരം എന്ന് പറയട്ടെ. കശുവണ്ടി തൊഴിലാളി 99% സ്ത്രീകളാണ്. കശുവണ്ടി കമ്പനികളെല്ലാം അടക്കുകയാണ് കേരളത്തിൽ. കൈത്തറി മേഖലയിൽ 80-90% സ്ത്രീകളാണ്. ഞാൻ പറയുന്നത് ട്രഡീഷണൽ ഇൻഡസ്ട്രി, പരമ്പരാഗത വ്യവസായം കൈവിട്ടു. പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കാതെ കേരളത്തിന് വികസനമുണ്ടോ? IT-BTയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനമുണ്ടോ? ഇല്ലല്ലോ. അതും വേണം, ഇതും വേണം. സംരക്ഷണത്തിന് ഇതുപോലുള്ള നിലപാട് തന്നെ സ്വീകരിക്കണം. അതിന് നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിന് കൈകോർക്കണം. എവിടെ എങ്ങനെ നമ്മുടെ സാധ്യത വിനിയോഗിക്കണം, അങ്ങനെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. കേരളത്തെ വിറ്റുകൊണ്ട്, കേരളത്തിൻ്റെ ഭൂമിയും ആകാശവും സമ്പത്തും കൊടുത്ത് ആരെങ്കിലും ഏൽപ്പിച്ച് ഇതാണ് വികസനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള പൊതുബോധമാണ് കേരളീയ സമൂഹത്തിനുള്ളത്. ഓക്കെ സാർ, വളരെ നല്ല ഡിസ്കഷനായിരുന്നു. വാമനൻ സാർ, ജെനിയോടുള്ള ചോദ്യം. ജെനിയുടെ ചോദ്യമല്ല, ജെനി അത് മോഡറേറ്റ്, എനിക്കധികം ചോദ്യങ്ങളും ജിനുണ്ട് ചോദിക്കാനില്ല. മോഡറേറ്റ് രീതിയാണ്. വളരെ മികച്ച ഒരു മോഡറേഷനാണ് ജെനി നടത്തിയത്. വളരെ മികച്ചൊരു മോഡറേഷൻ. നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ആഗ്രഹിച്ച എന്താണോ ശരിക്കും അത് ഇന്ന് വന്നൊന്നുമില്ലാണ്. ഒരു ഇൻ്റലക്ച്വൽ ലൈനിൽ ജെന്നിയെ പോലൊരു പാർട്ടിസിപ്പൻറ്റിനും ഈ ഷോ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാനും ഈ വിഷയത്തെ പഠിക്കാനും ജെനി തയ്യാറായിട്ടുള്ളതാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഓവറോൾ എൻ്റെ അഭിപ്രായത്തിൽ ജെനി ഈ വാദം പ്രതിവാദം വളരെ മികച്ച പ്രാഗൽഭ്യത്തോടുകൂടി മോഡറേറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. താങ്ക്സ് വാമൻ സാർ. മീര മാഡം, വളരെ നന്നായിരുന്നു. കാരണം സാധാരണ രീതിയിൽ നമ്മൾ പറയും ഗാന്ധി സാഹിത്യം വായിക്കാതെ നിങ്ങൾക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കാം, കാൾ മാർക്സിൻ്റെ മൂലധനം വായിക്കാതെ മാർക്സിസ്റ്റുകാരായിട്ട് ജീവിക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു തിയറി പാർട്ടെന്നറിയാതെ കേവലം ഒരു ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ പോലും പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കാഴ്ചപ്പാട് സ്ത്രീകൾക്കിടയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളത് പുതിയ കാലത്തെ ഒരു സ്ത്രീയുടെ ഒരു പ്രതിനിധിയായിട്ട്. പക്ഷേ ഈ ജനറേഷനിലെ ഒരുപാട് സ്ത്രീകൾക്ക് ഇതിനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളത്
കാണാതിരുന്നുകൂടാ എങ്കിൽ പോലും ആ ചർച്ച രണ്ട് പക്ഷവും പഠിച്ച് രണ്ടുപേരെയും അത് ഓർമ്മിപ്പിച്ച്, കാരണം വിഷയം നന്നായിട്ട് എനിക്ക് അറിയാമെന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു. വളരെ നന്നായി. താങ്ക് യു മാം. ജെന്നി, മോളുടെ പ്രായത്തിലുള്ള മിക്കവാറും കുട്ടികൾ ഒരു പരിഷ്കാരം പോലെ പറയുന്നുണ്ട്, രാഷ്ട്രീയമോ, ഞാനങ്ങോട്ടൊന്നുമില്ല, അതൊന്നും എൻ്റെ കാര്യമല്ല, എൻ്റെ കാര്യം വേറെ എന്തോ ആണെന്ന് പറയുന്ന ജീവിതത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, നമ്മുടെ സോഷ്യൽ റിയാലിറ്റീസിൽ നിന്ന്, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് എല്ലാം അകന്നു പോകുന്നതാണ് പുതിയ സ്ത്രീയുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ ഒരു യഥാർത്ഥ പ്രതീകം എന്നൊരു വാസനയും പ്രവണതയും ശക്തിപ്പെടുമ്പോൾ അതല്ല എന്ന് ഫലപ്രദമായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു മോൾക്ക്. അതൊരു വലിയ കാര്യമാണ്. യു ഹാവ് ഡൺ ഇറ്റ് ഇൻ എ വെരി ഇംപ്രസീവ് വേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതുകൊണ്ട് ജെന്നിയെ പൂർണ്ണമായിട്ടും ആ ഒരു രാഷ്ട്രീയ വ്യക്തതയുടെ പേരിൽ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ ഇനി മാർക്കിലേക്ക് കിടക്കാം. വാമനൻ സർ. 9 മാർക്ക്. 9.5 മാർക്ക്. 9.5 മാർക്ക്. വെരി ഗുഡ് സർ. വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം 9.5 മാർക്ക് കൊടുക്കുന്നു. 9.5. വാദം പ്രതിവാദം എന്ന എമർജിങ് കേരള എന്ന വളരെ ഹോട്ട് ഇഷ്യൂവിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഡിസ്കഷൻ ജെനി കൊണ്ട് മോഡറേറ്റ് ചെയ്ത് രണ്ടുപേരും പ്രഗത്ഭരാണ്. ചന്ദ്രൻ സാറും ദിനേശ് സാറും രണ്ടുപേരും നന്നായി സംസാരിച്ച് ജെനിക്ക് കിട്ടിയ 28 മാർക്കാണ്.